എൻ്റെ അടുത്ത് പഠിക്കണ്ടെന്ന് പറയാൻ നിങ്ങളാരും അല്ലേ? ഞാൻ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഒരുമാതിരി സംസാരിക്കുകയാണ്. നീ പഠിക്കണ്ട, എടുക്കണ്ട, പിടിക്കണ്ട. എവിടെ നിങ്ങളെ സാറെവിടാ? അല്ല ഇരിക്കുന്നല്ലേ, എനിക്ക് ഡയറക്റ്റായിട്ടാണ് സാറിനെ കാണണ്ടത്. എന്തി അല്ല താങ്കൾ പേര് പറഞ്ഞല്ലോ, താങ്കളുടെ ഐഡി എന്തെങ്കിലും ഒന്ന് പ്രൂഫ് കാണിക്കോ? ഞാൻ കള്ളപ്പോ ഞാൻ കള്ള പാസ്പോർട്ട് ഇവിടെ നിൽക്കുന്നത് എനിക്കെന്തിനാ ഐഡി? ഹലോ മച്ചന്മാരെ, കൽപ്രാങ്കിന്റെ പുതിയൊരു എപ്പിസോഡ് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. മച്ചന്മാരെ, നമ്മളിപ്പോൾ ഷാർജ റോളയില് എഡ്യൂവിങ്ങിന്റെ സ്ഥാപനത്തിലാണ് നിൽക്കുന്നത്. അവിടെ നിൽക്കുന്ന സ്റ്റാഫ് വന്നിട്ട് ഡയറക്ടർ സോനു സാർ, പേരെന്താണ്? സോനു മാർഷൽ. ഇന്ന് ഋതു അല്ലേ? സോറി, സേതുവാണ്. ഋതു അല്ലേ? തൂത്തു. ഇവർ രണ്ടുപേരുമാണ് നമുക്കിന്ന് വർക്ക് തന്നേക്കുന്നത്. സാർ, ആദ്യം തന്നെ ഈ സ്ഥാപനം എന്താണെന്ന് പറഞ്ഞാലേ നമ്മുടെ പ്രാങ്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പ്രാങ്ക് ഈ സ്ഥാപനത്തെ ബേസ് ചെയ്താണ്. സാർ, എന്താണ് എഡ്യൂവിങ്? എഡ്യൂവിങ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്തുന്ന ഒരു സെൻ്ററാണ്. നമുക്ക് ദുബായ്, ഇന്ത്യ, ഖത്തർ, സൗദി, UAE ഇത്രയും സ്ഥലങ്ങളിൽ നമുക്ക് ഓഫീസ് വരുന്നത്. അതായത് ഇവിടെ നമുക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡിഗ്രി കാര്യങ്ങളൊക്കെ നമുക്ക് UAE ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ എക്സാം എഴുതി ഇവിടെ തന്നെ കോൺവെക്കേഷൻ നടത്താനുള്ള ഒരു ഓപ്ഷനാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ പഠിക്കാനായിട്ട് നാട്ടിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് തന്നെയാണ് ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്, നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ സ്റ്റുഡൻറ്റ് ഡിഗ്രി നേടാം. ക്യാമ്പസിലൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല, ഓൺലൈനാണ് ഫുള്ള്. ഓക്കെ, ഇവർക്ക് എല്ലാ കോഴ്സുകളുണ്ട്. ബികോം ഉണ്ട്, MBA ഉണ്ട്, BSc ഉണ്ട്. അതായത് ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD അതെല്ലാം സ്റ്റഡി അബ്രോഡും ചെയ്യുന്നുണ്ട്. സ്റ്റഡി അബ്രോഡ്, അതായത് ഇന്ത്യ മാത്രമല്ല, ഓൾ ഓവർ ദ കൺട്രി, ഓൾ ഓവർ ദ വേൾഡ് നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം ഇതൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്ഥാപനം എന്ന് മനസ്സിലല്ലേ? ഇവിടെ ഈ നാട്ടിൽ വെയിൽ നടക്കുന്ന ഒരു തട്ടിപ്പുണ്ട്. 6 മാസം ഡിഗ്രി. അതായത് നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ഒരു 1000 റിയാൽ എന്ന് പറയുമ്പോൾ 20,000 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് പഠിക്കേണ്ട സാധനം 6 മാസം കൊണ്ട് പഠിച്ച് സർട്ടിഫിക്കറ്റ് തരുമെന്ന് പറഞ്ഞൊരു ഉടായ്പ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ 6 മാസം കൊണ്ട് ഡിഗ്രി എടുക്കാൻ വരുന്നൊരു ആളാണ് ഞാൻ. അതും ഇതൊരു ജെനുവിൻ കമ്പനിയാണല്ലോ. ഇവിടെ വന്നിട്ട് നമ്മൾ 6 മാസം കൊണ്ട് സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം എന്ന് പറഞ്ഞ് അടിയുണ്ടാക്കാൻ പോവാണ് ടീം. ഓക്കെ സാർ, അപ്പം മെയിൻലി ഇതൊരു പ്രാങ്ക് മാത്രമല്ല, ഒരു അവയർനെസ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, 6 മാസം കൊണ്ടൊന്നും ഡിഗ്രി നടക്കത്തില്ല. അപ്പോൾ അതും പറഞ്ഞ് മെയിൻലി 3 വർഷം ഇതണക്ക് കോഴ്സ് തരുന്നവരുടെ അടുത്ത് ചെന്ന് 6 മാസം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും പെടലേക്ക് അടിയിട്ട്. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും സാർ, ഇതണക്കൊരു സ്പേസ് ഞങ്ങൾക്ക് പ്രാങ്ക് ചെയ്യാത്തതിന് താങ്ക് യു. നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമ്മൾ വീട്ടിൽ കിടക്കാം. മെയിനെ പറ്റിക്കാനുള്ള കുട്ടി എന്തെന്ന് വെച്ചാൽ ചോറ് കഴിക്കാൻ പോയേക്കുക. നോക്കാം സേതു, നോക്കാം. ഓക്കെ, എന്തായാലും നോക്കാം സാർ, നോക്കാം. ഓക്കെ, അപ്പോൾ കൂടുതലായി പറഞ്ഞാൽ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൻ്റെ അകത്ത് പോയി പറ്റിച്ചിട്ട് വരാം. എഡ്യൂവിങ്ങിൻ്റെ ഓഫീസിലോട്ട് പോകുമ്പോൾ give your keys. Okay, you can have a seat. You can have a seat. Okay, I'm coming. Okay, എൻ്റെ പേര് ടീമിൽ നിന്നാണ്. എവിടുന്ന് നമ്പർ കിട്ടിയത്? ഞങ്ങളിങ്ങനെ ഒന്നാമത്തെ കാര്യം, അൽനാദയിൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ദിവസം കണ്ട് ഷോപ്പിട്ടില്ലായിരുന്നോ? ആ ടൈമിൽ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ നമ്പറൊക്കെ വാങ്ങിയതാണ്. ഞാൻ ആക്ച്വലി അബുദാബിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ ഇനി ഷാർജയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ അത് ഞാനിവിടെ അബുദാബിയിൽ ചേട്ടൻ്റെ കടയിലാണ് നിൽക്കണം. അപ്പോൾ ചേട്ടൻ ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ അതിലേക്ക് എനിക്ക് ഒരു ജോബ് വേക്കൻസി വന്ന്, അപ്പോൾ എനിക്ക് ഡിഗ്രി വേണം. ഇരുന്നോ? എത്ര നേരം നിൽക്കും? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അത്ര നേരം നിൽക്കാം? കുഴപ്പമില്ല, ചേട്ടനാണല്ലോ. അല്ല, അത് അവന് പൈസൻ്റെ ചെറിയൊരു അസുഖമുണ്ട്, അതുകൊണ്ട് അവന് ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, ബാച്ചിലേഴ്സ് ആണ് ആക്ച്വലി നോക്കുന്നത്. ഏത് ബാച്ചിലേഴ്സ് നോക്കണേ? ഞാനോ? ആക്ച്വലി അങ്ങനെ ഐഡിയ ഒന്നും ഇല്ല. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഏതൊരു ഡിഗ്രി എടുത്താൽ മതി എന്നാ.
ആ അതൊക്കെ കംപ്ലീറ്റ് ആയി. അത് കംപ്ലീറ്റ് ആയി. ഒരു ഡിപ്ലോമ കോഴ്സും ചെയ്തിട്ട് കയറി വന്നേ. അല്ല അപ്പോൾ എനിക്ക് എന്തായാലും ഇപ്പോൾ 6 മാസത്തിനകത്ത് ജോലിക്ക് കയറണം. എനിക്ക് 6 മാസമാണ് വേണ്ടത്. 6 മാസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് വേണം. അല്ല എനിക്ക് ഇപ്പോൾ 6 മാസത്തിൻ്റെ അകത്ത് ജോലിക്ക് കയറാൻ വേണ്ടിയായിരുന്നു. അല്ല അവർ അങ്ങനല്ല, അത് നമ്മൾ കോഴ്സ് പാസ്സായി സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവരെ കയറ്റുന്നത്. ഞാനതിൽ ഒരുപാട് ആഡ് കണ്ടില്ല. ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയാൽ എവിടെ നോക്കിയാലും 6 മാസം കൊണ്ട് ഇപ്പോൾ ഡിഗ്രി എടുക്കാനുള്ള പരസ്യങ്ങളുണ്ടല്ലോ. അങ്ങനെ 6 മാസത്തെ ഡിഗ്രി എടുക്കാൻ വന്നേ ഞാൻ. അല്ല നിങ്ങളിട്ട് കണ്ടിട്ടൊന്നല്ല. ആ ഒരാള് രജിസ്റ്റർ ചെയ്ത് 6 മാസം പ്രിപ്പയർ ആയ ശേഷമായിരിക്കും അവർക്ക് എക്സാം കൊടുക്കണേ. 2 മോഡ് ഓഫ് രജിസ്ട്രേഷനാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡിസ്റ്റൻസിൽ തന്നെ റെഗുലർ ഓപ്ഷൻ. റെഗുലർ എങ്കിൽ 3 വർഷം 6 സെമിസ്റ്റേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. 3 വർഷമോ? പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലെൻഡഡ് ലേണിംഗ് ഓപ്ഷൻ ആണ്, അല്ലെങ്കിൽ ബ്രേക്ക് ഇൻ സ്റ്റഡീസ് ഓപ്ഷൻ ആണ്. അല്ല ഇപ്പം എനിക്കെന്ന് വെച്ചാൽ എങ്ങനെയാണെന്നറിയോ, 3 വർഷം പഠിക്കാനുള്ള സമയമില്ല. എനിക്ക് 6 മാസം കൊണ്ട് ജോലിക്ക് കയറണം. അതായത് ഇപ്പം നിൽക്കുന്നിടത്തൊന്നും സാലറിയിലൊന്നും പോകാൻ പറ്റുന്നില്ല. ചാനൽ ത്രൂ ആണ്. ഞങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ഓപ്ഷൻ ഇപ്പോൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് അഫിലിയേഷൻ ഉണ്ട് യൂണിവേഴ്സിറ്റി ആയിട്ട്. നിങ്ങൾക്ക് അഫിലിയേഷൻ ലെറ്റേഴ്സ് വേണമെങ്കിൽ കാണിച്ചു തരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തരാം. മറ്റുള്ള ഏജൻസ് എന്താ കൊടുക്കണം ഞങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ടോ? അല്ല ഇപ്പൊ എനിക്കതൊന്നുമല്ല. എനിക്കിപ്പോ 6 മാസത്തില് എനിക്ക് 6 മാസത്തിൽ 6 months കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഈ സ്ഥാപനം തുറന്നു വെച്ചേക്കുന്നത്? അല്ല ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഈ സ്ഥാപനം കൊണ്ട് എന്താണ്? ആയി ശരി, അപ്പൊ അങ്ങനെയുള്ളവര് ചെയ്യണ്ട. പിന്നെ ഞാൻ പഠിക്കണ്ടെന്നാണോ നീ പറയണേ? അതെന്താ ചെയ്താലെന്ത്? ഇപ്പൊ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാതെ പിന്നെ എന്തിനാ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ആ അതെന്താ ചെയ്യാത്തെന്നാ ചോദിച്ചത്. നമുക്ക് ഓപ്ഷൻ ഇല്ല. ഞാൻ എങ്ങനെ തന്നെ മാനേജ്മെന്റ് ഡയറക്ടർ ഉണ്ട്, ഡയറക്ടറോട് വേണമെങ്കിൽ ചോദിക്കാം. അത് ഞാൻ കാര്യം ചോദിക്കട്ടെ, സ്റ്റാഫായത് മാത്രമല്ല നീ ഇപ്പൊ എന്താ പറഞ്ഞ നീ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യാതെ പിന്നെ എനിക്ക് ആര് ജോലി തരും? ചുമ്മാ പേപ്പർ അടിച്ചു തന്നു കഴിഞ്ഞാൽ അവിടെ ചെന്ന് പറഞ്ഞാൽ അത് ഏത് യൂണിവേഴ്സിറ്റിയാന്ന് പറയണം. ഉള്ള കാര്യമാണ് ഞാൻ ചോദിക്കണേ. നിങ്ങൾ കളിയാക്കുവാണോ അതോ എല്ലാരും കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്ത് തോർത്താലും ചെയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ തരുന്നത് അവരോടും ചോദിച്ചു. ഷീസ് ഗിവിംഗ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓപ്ഷൻ. ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി മതിയെങ്കിൽ ചെയ്യാം. അതും 12 മാസം എടുക്കും. ചോദിച്ചു നോക്ക്. ഉള്ള ഓപ്ഷനല്ലേ ചെയ്യാൻ പറ്റൂ. ഇല്ലാത്ത ഓപ്ഷൻ എനിക്ക് തന്ന എനിക്ക് അഡ്മിഷൻ ആവില്ലേ? അതെന്താ ചിന്തിക്കാത്തേ? അതെന്തോ അങ്ങനല്ല ഞാൻ ചോദിച്ചത് ഇപ്പോഴും മനസ്സിലായില്ലേ സംഭവം? ഇല്ല പഠിക്കാതെ ഉടായിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമല്ലോ, അതാണ് എനിക്ക് വേണ്ടത്. അതില്ലാതെ പിന്നെ എനിക്ക് പിന്നെ ജോലിക്ക് കയറണ്ടേ? നിങ്ങൾ പറയുന്ന കണക്കുള്ള കാര്യമല്ല അത്. എനിക്കിപ്പോൾ 6 മാസത്തിൻ്റെ അകത്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ജോലിക്ക് കയറാവുള്ളേ. എല്ലാരും കൊടുക്കുന്ന പിന്നെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റാത്ത? എല്ലാരും കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് അറിയേണ്ട ആവശ്യമുണ്ടോ? എഡ്വിങ്ങിന് അറിയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഞങ്ങളത് കൊടുക്കുന്നില്ല. ഉള്ള യൂണിവേഴ്സിറ്റീസ് ഇത് അവിടെ ഡിസ്പ്ലേഡ് ആണ്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് കാണാം. ഏഷ്യൻ കൊടുക്കുന്നുണ്ട്, റെഗുലർ ആണ്. ഗ്യാൻവിയാർ കൊടുക്കുന്നുണ്ട്, റെഗുലർ ആണ്. അസ്റ്റക്ക കൊടുക്കുന്നുണ്ട്, അത് ഷോർട്ടർ ഡ്യൂറേഷൻ ആണ്, 1 വർഷം എടുക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു കമ്പനി ജോലിക്ക് പോവാം. ഇപ്പം എന്തായിരുന്നു നിങ്ങളുടെ പേര് പറഞ്ഞത്? ടീന. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്ക് വരാം. ടീന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നിടത്തും സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പറ്റത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒരെണ്ണം പ്രൊവൈഡ് ചെയ്ത് തന്നാൽ പോലെ 6 മാസത്തിനകത്ത് പരീക്ഷ എഴുതുന്നുണ്ടല്ലോ. ഇല്ലാത്ത കാര്യം എങ്ങനെ തരണേന്ന് പറഞ്ഞതാ. ഞങ്ങൾ വേണമെങ്കിൽ കോഴ്സ് അതായത് എക്സാം എഴുതി എന്നുള്ള സ്ലിപ്പും കാര്യങ്ങളും തന്നാൽ മതിയോ? അതല്ല, അതെന്തിനാ? എനിക്ക് സർട്ടിഫിക്കറ്റ് അല്ലേ വേണ്ടത്. സർട്ടിഫിക്കറ്റ് തരാൻ ഓപ്ഷൻ ഇല്ലല്ലോ ഡിയർ. ഞാനാണോ തരുന്നത്? യൂണിവേഴ്സിറ്റി അല്ലേ തരേണ്ടത്. അതെന്താ മനസ്സിലാക്കാത്ത? അതല്ല, എല്ലാരും ഇതൊക്കെ കൊടുക്കുന്നില്ലേ, നിങ്ങൾ എന്ത് തരാത്തെന്നാ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് ഇല്ലാത്ത കാര്യം എങ്ങനെ തരാനാണ്? ലീഗൽ അല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ എങ്ങനെ പ്രൊവൈഡ് ചെയ്യാനാണ്? ഇരിക്കുന്നത്. പിന്നെ ഇപ്പൊ പറഞ്ഞ അങ്ങനെ ആണെങ്കിൽ നീ ചെയ്യേണ്ടത് അതിന് ഞാൻ ചെയ്യേണ്ടെന്ന് ഞാനാണ് അങ്ങനെ പറഞ്ഞത്. ഞാനൊന്നും പറഞ്ഞല്ല. ആ റെക്കോർഡ് എടുത്ത് കാണിച്ച റെക്കോർഡാ. ഓ ഞാൻ ഇങ്ങനെയുള്ള നീ എടുക്കണ്ടെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. വി ഡോണ്ട് ഹാവ് ഓപ്ഷൻ. നിങ്ങൾ ചോദിക്കുന്നത് പറഞ്ഞാൽ 6 മാസം കൊണ്ട് സർട്ടിഫിക്കറ്റ് തരാനാണ്. ആ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നൂടെ? ഇല്ല, ഓപ്ഷൻ ഇല്ലാത്തോണ്ടല്ലേ തരാത്തത്. നിങ്ങളുടെ ഇവിടെ ഇതിന്റെ മെയിൻ ആൾക്കാരൊന്നും ഇല്ലേ? ഉണ്ട് സാർ, ഉണ്ട്. വിളിക്കണോ?
ഇല്ല 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 എൻ്റെ അടുത്ത് പഠിക്കണ്ടെന്ന് പറയാൻ നിങ്ങളാരും അല്ലേ. ഞാൻ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഒരുമാതിരി സംസാരിക്കുകയാണ്. നീ പഠിക്കണ്ട, എടുക്കണ്ട, പിടിക്കണ്ട. എവിടെ നിങ്ങളുടെ സാറെവിടാ? അല്ലേ ഇരിക്കുന്നല്ലേ. എനിക്ക് ഡയറക്റ്റായിട്ടാണ് സാറിനെ കാണേണ്ടത്. എന്ത് ഏത് സാർ ഡയറക്ടറാണോ? സാർ ഞാൻ ഇവിടെ വന്ന് അന്വേഷിച്ച് അപ്പം 6 മാസം കൊണ്ട് ഡിഗ്രി എടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് വന്നത്. അപ്പം എൻ്റെ അടുത്ത് കോഴ്സ് എടുക്കണ്ടെന്ന് പറയുക. ഞാൻ എന്താ പറയണ്ടേ? അപ്പം ഈ കുട്ടി കൊടുക്കാന്ന് പറഞ്ഞല്ലോ. എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. സാർ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാർ 6 മാസം കൊണ്ട് ഇപ്പം എനിക്കൊരു കമ്പനി ഇവിടെ സ്റ്റാർട്ടാവും. എനിക്ക് അതിന് ജോലിക്ക് വേണ്ടിയാണ്. അപ്പോൾ 6 മാസം കൊണ്ട് എനിക്ക് ഡിഗ്രി വേണമെന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞ 6 മാസം കൊണ്ട് പരീക്ഷ എഴുതി തരാമെന്ന്. ഇപ്പം പറയാൻ പറ്റത്തില്ലെന്ന്. അറ്റസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞില്ല. ഇപ്പം അവിടെ നിന്ന് പറഞ്ഞാണ് സാർ. എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് എനിക്ക് മലയാളം അറിയാം, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ എന്താ പറയുന്നതെന്ന് പോലും. നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻസ് കൊടുക്കുന്നില്ല. അപ്പൊ ഇയാൾ എന്നോട് ചോദിച്ചത് നിനക്കപ്പം വേണോ ചെയ്യണ്ടയോ എന്നുള്ള രീതിയിലാണ് ചോദിക്കണേ. ആള് ചോദിക്കുന്നത് 6 മാസം മറ്റുള്ളവർ കൊടുക്കണോ, നമ്മൾ എന്താണ് കൊടുക്കാത്തത്? നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ കൊടുക്കണേ? അത് തന്നെയാണ് ആളോട് പറയണേ. അല്ല സാർ, ഈ കൊച്ചു പറഞ്ഞ് ഞാൻ ഇത് ചെയ്യണ്ടെന്ന്. എന്തിനാ സാർ പറഞ്ഞു? അല്ല 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 നിങ്ങളെല്ലാവരും കേൾക്കണം സംഭവം. ഇപ്പം എല്ലാവരും കേൾക്കണം. ഈ എൻ്റെ അടുത്ത് പറഞ്ഞ് 6 മാസം പരീക്ഷ കഴിഞ്ഞിട്ട് സ്ലിപ്പൊക്കെ തരാം, ഇതൊക്കെ തരാമെന്ന് പറഞ്ഞല്ലേ, സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞില്ലേ അപ്പം എൻ്റെ അടുത്ത്. പിന്നെയും പുള്ളി പറയണത് നീ അപ്പം എന്താ ഞാൻ ചെയ്യണ്ടെന്ന് ഉള്ള രീതിയിലാണ് ആള് സംസാരിക്കുന്നത്. നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ എങ്ങനെ കൊടുക്കണേ? ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. ഇല്ല സാർ അങ്ങനല്ല. ഇതൊന്ന് കേട്ടോ സാർ. ഓക്കെ, ഞാൻ ഇതൊന്ന് ഇങ്ങനെ ചോദിച്ച് അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് ഇപ്പം എൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞ എന്തോന്ന് കേട്ടോ, നീ ഏതോ ഏജൻസിയിൽ നിന്ന് വന്നതല്ലേ. ഞാൻ എന്തിനാ സാർ, എനിക്കിതിൻ്റെ ആവശ്യമില്ല. ഞാൻ അബുദാബിയിൽ എൻ്റെ ബ്രദറിൻ്റെ കടയിൽ മാനേജറായിട്ട് നിൽക്കുകയാണ്. ഇവിടെ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അതിൽ ജോലിക്ക് വന്നതാണ്. ഇന്നൊരു ഷാർജയിൽ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നപ്പോഴാണ് ഇങ്ങനെ ഇവിടെ അടുത്തുണ്ട് അങ്ങനെ എൻക്വയറി നടത്താൻ വന്നത്. ആദ്യം പറഞ്ഞ് എനിക്ക് 6 മാസം കൊണ്ട് പരീക്ഷ എഴുതി സ്ലിപ്പ് സർട്ടിഫിക്കറ്റും തരാമെന്ന് പറഞ്ഞു. പിന്നെ അറ്റസ്റ്റേഷനൊക്കെ സെറ്റ് ആക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ സാർ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു 6 മാസം കൊണ്ട് നമുക്ക് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം? അല്ല സാറേ, എഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങളുടെ ചിലപ്പോൾ ബ്രദർ സിസ്റ്റർ ഒക്കെ ഉണ്ടാവും വീട്ടിൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാർ എൻ്റെ ബ്രദറെല്ലാം 3 വർഷം എടുത്തിട്ടാണ് പഠിച്ചത്. പിന്നെ സിസ്റ്ററൊക്കെ പഠിക്കാൻ മോശമുണ്ട്. ഒരു സപ്ലൈ ഒക്കെ എഴുതിയൊരു 4-5 വർഷം പോയി. പക്ഷേ എനിക്ക് 6 മാസം കൊണ്ട് അറിയത്തില്ല. ഞാൻ കുറേ സോഷ്യൽ മീഡിയാസിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ അബുദാബിയിലൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് പരസ്യം ചെയ്തത് ഞാൻ കണ്ട്. 1200 ദിർഹത്തിന് 2000-3000 ദിർഹത്തിന്. ഇതൊക്കെ ഒറിജിനലാണോ സാർ? അപ്പോൾ അല്ല. ശരി, എനിക്കിത് അറിയത്തില്ല. അറിയാത്ത എൻ്റെ അടുത്ത് പിന്നെ ഈ കൊച്ചി തരാമെന്ന് പറഞ്ഞത് എന്തിന്? എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു സാർ, ഞാൻ സർട്ടിഫിക്കറ്റ് തന്നാ മതിയോന്ന്. അല്ലേ ഇല്ല, നിനക്ക് എന്താ തന്നാണ് സാർ എന്നോട് ചോദിക്കുന്നത്. ഇപ്പൊ ലീഗലി ഞാനൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് പ്രോബ്ലം ആവും. സാറിന് അറിയാലോ, യുടെ റൂൾ അനുസരിച്ച് ഇഫ് ഐ ഗീവ് എ കീസ് അഗൈൻസ്റ്റ് ഹിം, ഇപ്പൊ പോലീസ് ഒന്ന് എടുത്തിട്ട് പോകും. ആൾക്ക് അറിയാവോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകത്തേ ഉള്ളൂ. ഇറ്റ്സ് ആൻ ഹറാസ്മെന്റ് അഗൈൻസ്റ്റ് എ ലേഡി. ഞാനും പറയാം, എന്നെ അപമാനിച്ച്. ശരി, ആയിക്കോട്ടെ, പെണ്ണുങ്ങളായിക്കോട്ടെ. ഞങ്ങൾ എങ്ങനെയാണെങ്കിലും നീ എന്നാ ഇത് പഠിക്കണ്ട, നീ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അല്ല, എന്നെ നീ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ടാലി ചെയ്യില്ലേ സാർ? അങ്ങനല്ല സാർ. ഞാൻ ഇന്ന് വിളിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ പേര് പറഞ്ഞ് അപ്പം എന്നെ നൈസായിട്ട് ചിരിച്ച് കളിയാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്. വന്നപ്പോൾ തൊട്ട് എന്നെ ഒരുമാതിരി ആക്കി ചിരിക്കുന്നുണ്ട് സാർ.
ഞാൻ ഒരുമാതിരി നാണം കെട്ടിട്ടാണ് ഒരുമാതിരി ചിരിക്കുന്നത്. എനിക്ക് അല്പം വിദ്യാഭ്യാസം കുറവാണ്, എനിക്ക് ഇംഗ്ലീഷ് വലുതായിട്ട് അറിയത്തില്ല. അത് കാരണം ഇംഗ്ലീഷ് പറയുന്നത് എന്തോന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ വന്നപ്പോൾ തൊട്ട് ഒരുമാതിരി മോഡ സംസാരമാണ്. അല്ല, ഞങ്ങളുടെ സ്റ്റാഫിൽ ഒരിക്കലും അങ്ങനെ പറയത്തില്ല, റെസ്പെക്റ്റ് ആയിട്ടാണ് സംസാരിക്കത്തുള്ളൂ. ഇപ്പം നീ വാ പോകുന്നൊക്കെ സംസാരിക്കുന്നത് ശരിയാണോ? എനിക്കത് മനസ്സിലായി സാർ. ഒരാൾ പോലും ഇതുവരെ നെഗറ്റീവ് റിവ്യൂ പറയാത്തൊരു കമ്പനി ഞങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഏത് സ്ഥാപനങ്ങളും നോക്കുന്നത്. സാറേ, നിങ്ങൾ BCom ചെയ്യുന്നുണ്ട്, BBA ചെയ്യുന്നുണ്ട്, MBA എല്ലാം ചെയ്യുന്നില്ലേ? ഇതൊക്കെ ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്ത്. പക്ഷേ എനിക്ക് പിന്നെ എന്തിനാ കൊച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് വന്നിരുന്നപ്പോൾ തരാമെന്ന് പറഞ്ഞു. സത്യമായിട്ടും പറഞ്ഞു. അമ്മച്ചിയാണോ പറഞ്ഞു? നമ്മുടെ സ്റ്റാഫ് അങ്ങനെ പറയത്തില്ല. എനിക്ക് ഉള്ളതാണ്. അമ്മച്ചി സത്യം അവർ പറഞ്ഞതാണ്. അവർ പറയാ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് 6 മാസം പരീക്ഷ എഴുതി സ്ലിപ്പും എല്ലാം കൂടെ തരാമെന്ന് പറഞ്ഞു. വേറെ ഏതെങ്കിലും ലേഡി സ്റ്റാഫായിട്ടൊക്കെ അവിടെ വിളിച്ചപ്പോഴായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. അത് മാത്രമല്ല സാർ, ഇവർ വന്നപ്പോൾ തൊട്ട് ഒരുമാതിരി ചൊറ സംസാരം. എനിക്ക് ഒറ്റ കാര്യമില്ല. പുള്ളി ഇപ്പൊ പറയേണ്ട പുള്ളിയുടെ ഫ്രണ്ടിന്റെ നമ്പർ കിട്ടിയാണ്. യു ക്യാൻ ആസ്ക്, റൈറ്റ്? എന്റെ നമ്പർ എവിടെയും പോകണില്ല. തൽക്കാലത്തേക്ക് എനിക്ക് ആ ജോലിക്ക് ഒരു ഡിഗ്രി മാത്രമേ ഞാൻ ചോദിച്ചോളൂ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പെണ്ണ് ചൊറയാ സാറേ. സാർ നോണ പറയുന്നില്ല, ഈ കുട്ടി ഒരുമാതിരി കണ്ടപ്പോൾ തൊട്ട് ഒരുമാതിരി നോട്ടവും കളിയാക്കി ചിരിയും. എവിടെ നിന്ന് വന്നു സാർ ഇതൊക്കെ? നിങ്ങളുടെ സ്ഥാപനത്തിൽ എവിടെ നിന്ന് കിട്ടിയെന്ന് ഇതൊക്കെ? എനിക്കറിയാത്തൊരു കാര്യം, ഇവിടെ ഇപ്പം നല്ല ഹൈറ്റിൽ ഇത്രയും വലിയൊരു സ്ഥലത്ത് ജോലിക്ക് ഇതിനൊക്കെയുള്ള ടീമുകളെയാണ് സാർ ഇരുത്തുന്നത്. ഇവരാണെങ്കിൽ ഈ പെണ്ണുള്ള വന്നിരുന്നിട്ട് കുറെ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. ഞാൻ അരമണിക്കൂറായിട്ട് ഇതാണ് ഹറാസ്മെന്റ് സഹിച്ച് അവിടെ ഇരുന്നത്. ഇവരൊരുമാതിരി എന്ത് ഞാൻ പറഞ്ഞാലും ഒരുമാതിരി കളിയാക്കി ചിരിയും. നമുക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ സാർ ആദ്യം വിളിച്ചപ്പോ തന്നെ ആളെ വിളിച്ചപ്പം നമ്മള് പ്രോപ്പർലി നമ്മൾ എങ്ങനെയാ ഒരു സ്റ്റാഫ് കോൾ എടുക്കുമ്പോൾ ഹായ് ദിസ് ഇസ് ടീന, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ഫ്രം എഡുവിങ്, മലയാളം ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മലയാളിയാണ്, പറഞ്ഞോളൂ, എന്റെ പേര് ഇന്നതാണ്, ഞാനിപ്പോ അങ്ങോട്ട് എഡുവിങ് എഡ്യൂക്കേഷൻ അല്ലേ ചോദിച്ചു, കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. സാർ ഇതാ പറഞ്ഞത്, നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അവന്റെ കസിനോ അതോ അവന്റെ ഫ്രണ്ട്സിന്റെ കസിനോ ആരോ ഇവിടെ പഠിച്ചതാണ്. അവർ കോണ്ടാക്ട് ചെയ്തിരുന്ന നമ്പർ ഇതാണെന്ന് പറഞ്ഞാണ് തന്നത്. അത് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ പേര് വിളിച്ച് ചോദിച്ചപ്പോൾ തന്നെ ഗീവർഗീസ് കാപ്പിത്തോട്ടൽ എന്ന് പറയുന്ന പേരിനകത്ത് ഇവർ കണ്ട് ചിരിക്കാൻ തുടങ്ങിയത്. അപ്പം തൊട്ട് ഇവർ തുടങ്ങിയ ചിരിയാണ്. ഇവർ വന്നപ്പോൾ തൊട്ട് ചിരിക്കുന്നു. എന്നിട്ട് പറയാം, ചിരിച്ചോണ്ട് തന്നെ അറിയാം നീ എന്നാ പഠിക്കേണ്ടതാണ്. ദേഷ്യം വരത്തില്ലേ സാർ? ഇവർക്ക് വിവരവും ഇതൊന്നും കാണത്തില്ലേ? മോനേക്കാളും നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ വളർന്നു വന്ന ആളാണ് ഞാൻ. സോ പ്ലീസ്, എനിക്ക് ഇംഗ്ലീഷ് അറിയാതിരിക്കൊന്നുമില്ല. എനിക്ക് ഇംഗ്ലീഷ് അറിയാം, തമിഴ് അറിയാം, മലയാളം അറിയാം. ഐ ക്യാൻ ഹാൻഡിൽ ദ പീപ്പിൾ. ഐ നോ വെരി വെൽ ദ സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്യാനും എനിക്കറിയാം. എനിക്കൊരു 100-200 സ്റ്റുഡൻസ് ഉണ്ട്. അവരെല്ലാവരും പ്രൊഫഷണലി തന്നെ ഹാൻഡിൽ ചെയ്തിട്ടാണ് ഞാൻ കൗൺസിലർ ചെയ്യാറുള്ളത്. അവരുടെ നീഡ് എന്താന്ന് നോക്കിയിട്ടാണ് ഞാൻ കൗൺസിലർ ചെയ്യുന്നത്. ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ. തന്നോട് എങ്ങനെയാ ചോദിക്കുന്നത്? എനിക്ക് തരാൻ പറ്റാത്ത സാധനം എങ്ങനെ തരും? എന്റെ മാനേജ്മെന്റ് തരുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ തരാനാ? യു ആർ മേക്കിംഗ് ദ പ്രോബ്ലം ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ്. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഒരിക്കലും നമ്മളെ സ്റ്റാഫ് സംസാരിക്കത്തില്ല. അല്ല സാറേ, നമ്മള് ഈ ട്രിവാൻഡ്രത്ത് പോയിട്ടുണ്ടോ? അവിടെ ആണ് ചാല മാർക്കറ്റില്ലേ, അതിൻ്റെയൊക്കെ അറ്റത്ത് പോകുന്ന സമയത്ത് ഒരുതരം പെണ്ണുങ്ങൾ നിൽക്കുമല്ലോ, നമ്മളെ കളിയാക്കുന്ന കണക്കുള്ള ടൈപ്പ്. ആ ടൈപ്പ് ഒരു പെണ്ണുങ്ങളുടെ സ്വഭാവം ഇവർക്ക് ഇവരെന്തോ ഒരുമാതിരി കളിയാക്കി ചിരിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്കറിയാത്തത്. കളിയാക്കി ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിന്നെക്കാളും ഇപ്പം തന്നെ നിന്നെക്കാളും വിദ്യാഭ്യാസം ഇതെല്ലാം എനിക്കുണ്ടടാ, ആ ഒരു സ്റ്റൈലാണ് ഇവർ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് നമുക്ക് റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ല. എനിക്ക് റെഗുലർ ആയിട്ട് ചെയ്യുന്നതിനോട് താല്പര്യം തന്നെയാണ്. പക്ഷേ ഇവർ അഹങ്കാരം ഉണ്ടല്ലോ സാറേ, ഭയങ്കര അവരങ്ങ് ഇച്ചിരി ഗ്ലാമർ ഉണ്ടെന്നുള്ള അഹങ്കാരം. പോലും നോക്കിയില്ലല്ലോ ഞാൻ. കാര്യം എന്ത് സാറേ, ഇവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇവിടുത്തെ ചോദിച്ചു നോക്കിയാൽ മതി. വന്നപ്പോൾ തന്നെ ഈ കുട്ടി ഒരുമാതിരി എന്നെ കളിയാക്കി ചിരിച്ചിട്ടാണ്. അല്ല, നിങ്ങൾ കാര്യം ശ്രദ്ധിച്ച, ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഇവര് ഇംഗ്ലീഷിൽ എന്തോ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ഇവരെന്തോ പറഞ്ഞിട്ട് എനിക്ക് എന്തോന്ന് മനസ്സിലായില്ല. എന്തോ പറഞ്ഞു.
സംസാരിച്ചില്ല. അപ്പൊ മലയാളം അറിയാം. അല്ല ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ആരാ എടുത്തത് അല്ലേ? ഇംഗ്ലീഷ് അല്ലേ പറഞ്ഞേ? ഞാൻ ആക്ച്വലി പേടിച്ചങ്ങ് പോയി. തന്നോട് ഇരിക്കാനല്ലേ ഞാൻ പറഞ്ഞു. ഇരിക്കുന്നു പറഞ്ഞു. ഇല്ല ചേട്ടനുള്ളത് കൊണ്ട് ഇരിക്കില്ല എന്ന് പറഞ്ഞു. ഇല്ലേ? നിങ്ങൾക്കറിയാലോ ബന്ധം ഇരിക്കാത്തതെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മലയാളത്തിൽ തന്നെയാണ് രണ്ടുപേരോട് സംസാരിച്ചത്. നിങ്ങൾ ഈ നെക്സ്റ്റ് ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ അവിടെ പോയില്ലായിരുന്നോ? പോയായിരുന്നു. ഞാൻ പിന്നെ ബുദ്ധിമുട്ടിയൊക്കെ എങ്ങനെ ചോദിക്കാന്ന് വിചാരിച്ച് ഇനി ഇരുന്ന. നാട്ടിലെവിടാ? അല്ല എന്റെ പേരെന്താന്നൊന്ന് പറഞ്ഞേ. എന്തോ എന്റെ പേരെന്താ? അതെ ഇന്ന് പറഞ്ഞില്ലേ എന്തോ? അല്ല താങ്കൾ പേര് പറഞ്ഞല്ലോ. താങ്കളുടെ ഐഡി എന്തെങ്കിലും ഒന്ന് പ്രൂഫ് കാണിക്കോ? ഞാൻ എന്റെ ഇപ്പൊ പേര് കാണിച്ചു ഞാൻ എന്റെ ഐഡി കാണിക്കാം. ഐഡി കാണിക്കൂ. ഞാൻ കള്ള പാസ്പോർട്ട് ഇവിടെ നിൽക്കുന്നത്. എനിക്കെന്തിനാ ഐഡി? കള്ള പാസ്പോർട്ട് എന്നാ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കാം. കള്ള പാസ്പോർട്ടാണോ ഒറിജിനൽ പാസ്പോർട്ടാണോ കണ്ടിപ്പിടിക്കണ്ടേ? ഓ അതൊക്കെ ഇപ്പൊ നാട്ടില് പോകേണ്ട കാര്യമൊന്നും ഇല്ല. ഇപ്പൊ നിങ്ങളിപ്പോ കുടുംബക്കാരാണ് കാണുന്നതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ഇവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പം അതിപ്പോൾ ചോദിക്കാൻ അപ്പം ഞാൻ വിചാരിച്ചു അന്വേഷിച്ച്. അപ്പം എന്താ ഇങ്ങനെ ഇവിടെ അങ്ങനെ കോഴ്സ് എടുക്കാനായിട്ടാണ് ഞാൻ വന്നത്. കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുണ്ട്. എന്റെ കൊച്ചിനെ സ്വീകരിക്കാൻ പറ്റും. എന്റെ കെട്ടിയോട് ചോദിക്കേണ്ടി വേണ്ടി വരും. പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്റെ ഹസ്ബൻഡിനോട് ഡൈവേഴ്സ് ചെയ്യാൻ പറയണം. വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക്. കണ്ടുവെന്നാണ് പറയണ പുള്ളി. അല്ല കോഴ്സ് അല്ല ഇങ്ങനെ അല്ല എനിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അങ്ങനെ അസുഖമൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ഫസ്റ്റിലെ കണ്ടപ്പോൾ എനിക്ക് അത് ഒന്നാമത്തെ കാര്യം. ഞാൻ സംഭവം ഈ നെസ്റ്റോയിലേ പോയതിൻ്റെ അന്ന് തന്നെ ഞാൻ രാവിലെ എൻ്റെ ഒരു സ്റ്റിക്ക് പൊട്ടിയിട്ടാണ് പോയത്. അപ്പം നമ്മൾ സ്റ്റിക്കർ അതറിയത്തില്ലേ? അല്ല ഞാൻ സീരിയസ് ആണ്. സ്റ്റിക്കർ റോൾ ചെയ്ത് അടിക്കുമല്ലോ എന്നുവെച്ചാൽ കഞ്ചാവ്. അല്ല സാർ കേക്ക് സാർ നിങ്ങളുടെ ഓഫീസിൽ ഡിഗ്രി എല്ലാം കിട്ടുന്ന അങ്ങനത്തെ അല്ല ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് കോഴ്സുമായി. അപ്പം കോളേജ് കാലഘട്ടത്തിലൊരു പ്രേമം, പിന്നെ ഞങ്ങളുടെ വിവാഹമൊക്കെ ഞാൻ അല്ല സാർ ഞാൻ പറയട്ടെ. അന്ന് ഞാൻ രാവിലെ എണ്ണീറ്റ് കറക്റ്റ് ഞാൻ പറഞ്ഞത് സംഭവം ഫുള്ള് പറയാം. അന്ന് രാവിലെ എണ്ണീറ്റ് കുളിച്ചിട്ട് ഇറങ്ങിയ ഒരു സ്റ്റിക്ക് അങ്ങ് പൊട്ടി. സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഞ്ചാവ് ഒരു ബീഡിക്ക് കഞ്ചാവ് അടിച്ച്. എന്നിട്ട് നേരെ നെക്സ്റ്റ് ഓയിൽ വന്ന് പെട്ടെന്ന് ഈ കുട്ടിയെ കണ്ടപ്പോൾ എനിക്കൊരുമാതിരി എൻ്റെ ഈ കുട്ടിയെ പെട്ടെന്ന് കണ്ടപ്പോൾ ഈ കുട്ടിയുടെ ദേഹത്ത് ഈ പൂ വിരിയുന്ന കണക്കൊക്കെ എനിക്ക് ഫീൽ തോന്നി. ഒരു പൂന്തോട്ടം ഞാൻ കണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്ടത്തിൽ എനിക്കങ്ങ് മനസ്സിലങ്ങ് അന്ന് തൊട്ട് അത് കഴിഞ്ഞിട്ട് ഈ കഞ്ചാവിൻ്റെ ലഹരി ഇറങ്ങിയപ്പോൾ പൂന്നിപ്പോണ്ട് കൊച്ചിനെ മറന്നുപോയി. അങ്ങനെ ഇരിക്കെ ഇന്ന് ഷാർജയിൽ വന്ന് കൂട്ടുകാരൻ്റെ റൂമിൽ ഇരുന്ന് വീണ്ടും ഇതാണ് ഒരെണ്ണം അടിച്ചപ്പോഴാണ് എടാ നമ്മൾ അൽനാദയിൽ വെച്ച് ഇങ്ങനെ കൊച്ചിനെ കണ്ട് എങ്ങനെയെങ്കിലും ഇത് അങ്ങനെ തപ്പിയാണ് ഇതിങ്ങനെ ഇവിടെ പഠിച്ചൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഈ നമ്പറൊക്കെ മേടിച്ച് വന്നത്. പക്ഷേ ഈ പെണ്ണെന്നെ കളിയാക്കിയപ്പോൾ എനിക്ക് വിഷമമായി പോയി. കാര്യം ഞാൻ ഇങ്ങനെ ആദ്യം പറയണ്ടേ? എന്താ ഇങ്ങനെ പറയണേ? ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയില്ലേ എനിക്ക് കല്യാണം കഴിച്ചൊരു കൊച്ചുണ്ട് ചേട്ടാ. അല്ല സ്റ്റാഫിൽ അങ്ങനെ ബാഡായിട്ട് സംസാരിക്കത്തില്ല. അങ്ങനെ അല്ല അത് സംസാരിച്ചു അതുള്ള തന്നെ അത് സത്യം തന്നെയാണ് എൻ്റെ അടുത്ത് ഇന്ന് കൊച്ചു പറഞ്ഞത്. നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? ടെർമിനേഷൻ ചെയ്യണോ? സോറി പറയണോ? സോറി പറഞ്ഞു. സോറി പോട്ടെ. കഞ്ചാവ് കേസാണ് ടീന. No, I will not tell sorry. I did not do anything. Okay, എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. So why should I tell for some stranger to say sorry sir without telling anything? ടീന മോളെ ഒരു സോറി പറ. Sir അത് ഭയങ്കര മോശമാണ്. ഞാൻ പറയാത്ത കാര്യത്തിന് എന്ത് സോറി പറയണം? Sir, you know my character. I will not. Sure, for no reason you should not say like that, right? Camera recording എടുക്കുക. Yeah, sir അത് എടുക്കും. ഞാൻ പറഞ്ഞല്ലോ. സമയമാകുന്നുണ്ട്. ടീന മോളെ ഒരു സോറി പറ. ഞാനങ്ങ് പൊക്കോളാം. വേണ്ട sir അതൊന്ന് റെക്കോർഡിംഗ് എടുക്കട്ടെ. ടീനയുടെ അടുത്തൊന്നും സോറി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ചെയ്ത് സോറി പറയണം. ഞാൻ തിരിച്ചങ്ങ് ഒരു സോറി പറയാം അത്ര തന്നെ. എന്നിട്ടെന്തില്ലെങ്കിൽ എന്ത് അപ്പൊ ആദ്യം സോറി പറ. ഞാൻ സോറി പറയാം. ടീന മോക്ക് ഞാൻ ഞാൻ പറയാം. ടീന മോക്ക് ഞാൻ കാരണം എന്തെങ്കിലും വിഷമം ഉണ്ടായെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ മനസ്സുകൊണ്ടും എങ്ങനെ നൊന്നിട്ടുണ്ടെങ്കിലും മാനസികപരമായും
എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ കാരണം എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും ശരി ഈ എല്ലാ സാക്ഷിയെ ക്ഷമ വഹിക്കുന്നു. സോറി. ഓക്കെ, എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ സോറി. അപ്പം ഇനി പ്രശ്നമൊന്നുമില്ലേ? ഓക്കെ, സി യു. പറഞ്ഞിട്ടോ 1200 ആരും പറഞ്ഞിട്ടോ സാർ പറഞ്ഞില്ലേ, ഇനി 1200 മേടിച്ചിട്ട് ഇട്ടാ മതി. ഇവിടെ എല്ലാരും ഉണ്ട്, തുറന്നിട്ടില്ല. കഥ തുറക്കണേ ഞങ്ങളുടെ ആക്സസ് 1200 വേണം സാർ. ഞാൻ രാവിലെ കൊണ്ട് തന്നാ പോരെ? ഇല്ല, ഇന്ന് തന്നെ വേണം. എന്റെ സമയം പോയി. ഈ സമയത്ത് കൊണ്ട് എന്റെ മിസ് ഫോളോപ്സ് ഒരു 200 എണ്ണം ആയിട്ടുണ്ടാവും. ഇന്നലെ വിളിച്ച് തീർത്തതേ ഉള്ളൂ ഞാൻ. എനിക്കൊരു 1200 അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ കോംപ്രമൈസ്, അല്ലെങ്കിൽ കഥ തുറക്കൂല. 600 ആണെങ്കിലും മതി, 500 ആണെങ്കിലും മതി. കോഴ്സിന്റെ ഫീസ. എന്റെ പൈസ ഇല്ല. എന്താ ഉള്ളത്? പണം വെച്ചിട്ട് നോക്കും. നാളെ രാവിലെ പൈസ തന്നാ മതി. ഫോൺ ഉണ്ടല്ലോ, ഐഫോൺ ആണ്. പിന്നെ ഫോൺ ഐഫോൺ അല്ലേ, അതാണല്ലോ വെച്ചിട്ട് പോയാൽ മതി. എല്ലാവരുടെ അടിച്ചു മാറ്റിയ സാമാനം ഞാൻ ഇവിടെ കൊണ്ടുപോയി. വേറെന്താ ഉള്ളത് വെച്ചിട്ട് പോകും. സാറേ ഇവിടെ വന്നിട്ട് 2-3 കൊല്ലേ വന്നപ്പോ ഒരു ഓട്ടച്ചട്ടിയും കൊണ്ട് വന്നേ. ഇന്നും അതൊക്കെ എൻ്റെ ഒരു സമ്പാദ്യം. അത് വേണമെങ്കിൽ കൊടുക്കാം. അത് വെച്ചിട്ട് അത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് യൂണിവേഴ്സിറ്റി രജിസ്റ്റർ വിസിക്ക് കൊടുക്കാൻ പറ്റുമോ? സാധനം ഇല്ലല്ലോ. പിന്നെ സത്യസന്ധമായിട്ടുള്ള പേരും കൂടെ പറഞ്ഞു. അത് ഗീവർഗീസ് കാപ്പിത്തോട്ടം. എനിക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് വേണം, എന്നാലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എന്നെ ബിജുക്കുട്ടാന്ന് വിളിച്ചാൽ മതി കേട്ടോ. ഏത് ബിജുക്കുട്ടൻ? അതായത് നാട്ടിൽ ബിജു എന്ന് പറയും. നാടെവിടെയാണ് പ്രോപ്പർ ആയിട്ട്? ആക്ച്വലി ഞാൻ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. നാട്ടിലെവിടെയാ? നാട്ടില് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. പേര് പറ, സത്യമുള്ള പേര് പറ. ബിജുടെ. ബിജുവിന്റെ നാടെവിടെയാ? ശരി, ഞാൻ പറയാം. ഞാൻ ജനിച്ചതിന് ശേഷം ഞാൻ വീട്ടില് സീനൊക്കെയായിട്ട് കുഞ്ഞിലെ നാട് വിട്ടൊക്കെ പോയി. അങ്ങനെ കുറെ യാത്രയൊക്കെ ചെയ്ത കാരണം എനിക്ക് പ്രത്യേകിച്ച് വീടും കൂടിയൊന്നും ഇല്ല. ഫാമിലിയില് അല്ലല്ല, ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു മാമന്റെ കമ്പനി, മാമൻ പോലും അല്ല, അയാളെ ഇവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടെ. പിന്നെ നാട്ടിലെ ക്രിമിനൽ കേസും കുറെ കേസൊക്കെ ആയി. കുഞ്ഞിലെ തെറ്റായ കൈകളിൽ പോയി കയറി. അവരെന്നെ ഉപയോഗിച്ചു ഒരുപാട്. അങ്ങനെ ഈ കഞ്ചാവൊക്കെ അടിച്ച് മൈൻഡ് അങ്ങ് തിരിഞ്ഞു പോയി. അങ്ങനെ ഇവിടെ എങ്ങനെയോ കയറി വന്നു. അങ്ങനെ ഇവിടെ ഒരാൾ പരിചയപ്പെട്ട് അയാളെ ഇപ്പം ഞാൻ കൂടെ വയ്ക്കുന്നത്. അതല്ല ഞാൻ പറഞ്ഞു, എനിക്കപ്പോൾ അതിനൊരു മോട്ടിവേഷൻ, ഒരു പെൺകുട്ടിയുടെ സ്നേഹം വേണമായിരുന്നു. അതിനു വേണ്ടി ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷേ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് അല്ല, എനിക്ക് താല്പര്യം തന്നെ. അങ്ങനെ ഞങ്ങളാരും ഒരു സമയത്ത് 2 ഷർട്ട് ഇടാറില്ല. ഒരു ഷർട്ട് അഴുക്കായാൽ ഞങ്ങൾ കഴുകി ഉപയോഗിക്കാനാണ് പതിവ്. അല്ല അഴുക്കായെന്ന് പറഞ്ഞ് നമ്മളൊരു ഷർട്ട് മാറുമോ സാറേ? മാറുമോ? കീറിയാൽ നമുക്ക് തയ്ച്ചെടുത്ത് തരാം ഞാനൊക്കെ. ഇല്ല, ഉള്ള അല്ല, ഞാൻ തമാശ ആൺകുട്ടികളുടെ സ്നേഹം വേണ്ട, അത് വേണ്ട, ആ സ്നേഹം വേണ്ട. അതിനെന്താ? അതില്ല സാറേ. ഈ നാക്കെ കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോന്നേ സാറേ. ഇവര് ഞാൻ പറഞ്ഞ ഉള്ളതാണ്. എനിക്കിപ്പം ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വന്ന കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഓട്ട ചട്ടിയാണ് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത്. കാര്യം അത് തയ്ച്ച് ഞങ്ങൾ കൊണ്ടു നടക്കാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ആണ്. എനിക്ക് നിങ്ങളെ നെക്സ്റ്റ് ഓയിൽ വെച്ച് കണ്ട് പിന്നെ എനിക്ക് ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ കയറി വന്നത്. ശരിക്കുള്ള പേര് പറ, എന്താണ്, എവിടെയാണ് ലിവ് ചെയ്യണം? ഷാർജ, അബുദാബിയാന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ഷാർജന്ന് വന്ന കൂട്ടുകാരൻ്റെ അടുത്ത്. ഫ്രണ്ടിന്റെ പേര് പറ, എന്റെ നമ്പർ എങ്ങനെ കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പൊക്കോ. ഞാൻ ഇവിടുന്ന് ഓപ്പൺ ഞാൻ ചെയ്തുതരാം. അല്ലെ ഇവരാരും തുറന്നു തരില്ല, സാർമാരും തുറന്നു തരത്തില്ല. ഇതൊക്കെ ഇപ്പൊ എനിക്ക് നിന്നോട് പറയേണ്ട കാര്യമുണ്ട്. അപ്പൊ ഇവിടുന്ന് പോവാൻ പറ്റില്ല. വേണ്ട, നമുക്ക് എല്ലാവരും കൂടെ ഒറ്റത്തിരി നന്ദാശിനിയും കളിച്ചു നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് തന്നെ സിസ്റ്റം ലോക്ക് ചെയ്തേ. കാര്യമായിട്ട് പറഞ്ഞിട്ട് പോകും. ഇച്ചിരി സ്നേഹത്തോടൊക്കെ ചോദിച്ചാൽ ഇപ്പൊ പറയാം. സ്നേഹത്തോടെ ഞാൻ ചോദിക്കണം, ബിജുക്കുട്ടൻ ആരെ പറഞ്ഞു വിട്ടേക്കണേ, ബിജുക്കുട്ടന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി, ഇങ്ങനെ ചോദിക്കും. ബിജുക്കുട്ടാ മൊത്തേ പറയടാ. അങ്ങനെ ചോദിക്കാൻ പറ്റിയ വേറെ ആളുണ്ട്, വിളിക്കാൻ ഞാൻ ആളെ ഇവിടുന്ന് എണ്ണീറ്റിട്ടില്ല സീറ്റിൽ നിന്ന്. ആരെങ്കിലും ഡബ്ബായാലും കുഴപ്പമില്ല. ആരാ
മിഥുന് ഞങ്ങൾക്ക് ആകെ ഒരു ആൺതിരിയുള്ളൂ. ശരി മോനെ ബിജുക്കുട്ട പറയാം. മോനെ എന്നൊക്കെ വിളിക്കുന്ന വേറെ അർത്ഥത്തില്ല. ഓക്കെ ബിജു പറ, ആരോ പറഞ്ഞിട്ടെ, ആരായിട്ട് സത്യസന്ധമായിട്ട്. ശരി, എന്നെ സ്നേഹമുള്ള ഒരു ബിജുക്കുട്ടാന്നാ വിളിക്കുന്നത്. ബിജുക്കുട്ടൻ പറയട്ടെ സാറേ, പറഞ്ഞോടോ. ഏത് ചേട്ടൻ പറഞ്ഞാലും പറ. ഞാന് ഉള്ള കാര്യം പറയാം, അബുദാബിയിൽ നിന്നൊക്കെ വന്നതാണ്. പിന്നെ ഈ പറഞ്ഞതൊന്നുമല്ല സത്യം. സ്നേഹിക്കാൻ അതെങ്കിൽ നാട്ടിൽ നല്ല ഇതിന് നല്ല പെണ്ണുങ്ങളെ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. മനസ്സിലായി? കേക്ക് തള്ള കേക്ക്. സ്നേഹിക്കാൻ ഇതിന് നല്ല പെണ്ണുങ്ങളെ കിട്ടാഞ്ഞിട്ടൊന്നും അല്ല വണ്ടി കയറി ഇവിടെ ഞാൻ വന്നത്. ഞാനിങ്ങനെ അബുദാബിയിൽ വന്ന് അങ്ങനെ 2-3 ദിവസം മുന്നേ ഷാർജയിൽ വന്നതാണ്. ഷാർജയിൽ വന്നപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് അച്ചു എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചിൻ്റെ അടുത്ത് പോയി. പെങ്കൊച്ചിൻ്റെ അടുത്ത് ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്താണ് പിന്നെ ഈ കൊച്ചിൻ്റെ പേരെന്തോ സേതു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ ഒന്ന് വരാമോ. ഞാൻ വെച്ചാൽ എന്തിനാ, ഇങ്ങനൊരു പെങ്കൊച്ചുണ്ട്. അപ്പം ഡയറക്ടർ സാറും എല്ലാ സാറും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തനിക്ക് തന്നൊരു പ്രാങ്കാണ്. അപ്പൊ ഇത്രയും പേര് ചേർന്ന് പിടിച്ച് നിന്നല്ലോ എന്ന് ആലോചിക്കുക. ഞാനൊക്കെ അല്ല, ഞാൻ സാറ് കൂടെ കൂടെ ചിരി വരുന്നു, ചിരി അടയ്ക്കുന്നു, ചിരി വരുന്നു. എനിക്കതെങ്കിൽ ഇതെല്ലാം ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ സാർ എന്ത് ചോദിച്ചാൽ എങ്ങനെ നടക്കും. പിന്നെ ഇവര് തന്ന ഐഡിയയിൽ ഫോം ചെയ്തതാണ്. പിന്നെ പുള്ളിക്കാരൻ വന്ന്, പിന്നെ എല്ലാവരും വന്ന്. ഇത് മെയിൻലി സേതുവൊക്കെയാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ. ഇവരൊക്കെയാണ്. ഒരു കാരണവശാലും ഇവിടെ നിനക്ക് പിടിച്ചു നിർത്താൻ പാടായിരുന്നില്ലേ? മെയിൻലി എന്ന് വെച്ചാൽ എന്നറിയോ, നിങ്ങളെ 3 പേരെ കൂടെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ 3 ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, എന്തും പറയാലോ. അവർ നിങ്ങളുടെ അടുത്ത് ആ ധൈര്യത്തിൽ നിന്നത് കണ്ടോ. മെയിൻലി പുള്ളിക്കാരിക്ക് ദേഷ്യം വന്ന്, പക്ഷെ നിങ്ങളൊക്കെ ഇരിക്കുന്നത് കാരണം എനിക്കത് മനസ്സിലായി. സത്യം പറഞ്ഞ അല്ലേ, ഭയങ്കര എൻ്റെ അടുത്ത് ദേഷ്യം ഇതൊക്കെ പെട്ടേനെ. മെയിൻലി നിങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരിക്കൊന്നും പറയാനും വയ്യ. ഞാനെന്നെ ഒരുപാട് ശ്രദ്ധിച്ചു. അത് മാത്രം അകത്തിരുന്നപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു. അകത്ത് ഞങ്ങൾ മാത്രം ഇരുന്നപ്പോൾ ഒരുതരം കറക്റ്റ് ടൈറ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. ആ ടൈമിലൊക്കെ ആയിരുന്നു പറഞ്ഞേ തലയടിച്ചത്തിരിക്കുന്നത്. കൂടുതൽ പറഞ്ഞതൊക്കെ ഇങ്ങനെ പറഞ്ഞേനെ പുള്ളിക്കാരി, ഞാൻ അവിടെ നിന്ന് ചെയ്തായിരുന്നെങ്കിൽ. എന്തായാലും താങ്ക് യു. അപ്പൊ മച്ചാൻ പറയാം, നമ്മളിപ്പം നിൽക്കുന്നത് ഷാർജ റോളയില് എഡ്യൂവിങ്ങിന്റെ സ്ഥാപനത്തിൽ. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, എഡ്യൂവിങ് സ്ഥാപനത്തിൽ നമ്മൾ ഇന്നൊരു അവയർനെസ് പോലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തേക്കുന്നത്. പ്രാങ്കിനേക്കാളും ഉപരി ഒരുപാട് ഞാൻ കണ്ടു, ഒരുപാട് പിള്ളേർ നമുക്കറിയാവുന്ന ഫ്രണ്ട്സൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് 6 മാസം ഡിഗ്രി എടുക്കാൻ പോയി എല്ലാവരും പണി കിട്ടി അവർ ഇതൊക്കെയാണ്. അപ്പം അതിനെ ബേസ് ചെയ്ത് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഈ ഒരു പ്രാങ്ക് ഉണ്ട്. ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവർ ഈ ഡയറക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, ഇവർക്കാർക്ക് സ്റ്റാഫിനെ വിട്ടുകൊടുക്കാൻ വയ്യ, സ്റ്റാഫിനെ കരയിക്കാൻ വിഷമം വരുന്നതുകൊണ്ട് ഇവർ നിന്ന് നമ്മുടെ കൂടെ നിന്നില്ല. അത് കാരണം കൊച്ചു കരഞ്ഞില്ല. ഇല്ലേ നിന്ന് കരഞ്ഞേനെ ഇല്ലേ? ഇപ്പം സാറിന് എന്താ സാർ പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നത്? എങ്ങനെയുണ്ടായിരുന്നു? സാറിന് ഇഷ്ടപ്പെട്ടോ? ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നോ എല്ലാവർക്കും? അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ സേതു ആണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തത്. സേതു ആണ് ഇത് കോണ്ടാക്ട് ചെയ്തിട്ട് സേതു കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞ്, എന്നിട്ടാണ് ഇവരെല്ലാം ഞങ്ങൾ ദീർഘനേരം പ്ലാനിങ്ങിലൊക്കെയാണ്. കാര്യം പുള്ളിക്കാരി അത്യാവശ്യം 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഈ ഫീൽഡിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഒരുത്തം പറയുമ്പോഴേ അവർക്ക് മനസ്സിലാവും ഇവ ഏത് ഉടായിപ്പാന്ന്. അങ്ങനെ കയ്യിൽ നിന്ന് വഴുതി പോവാതെ കൊണ്ടുവരണ്ടേ. അങ്ങനെ അവസാനം ഒരുവിധം നമ്മൾ ഒപ്പിച്ച് കൊണ്ടുവന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഈ പ്രാങ്ക് കണ്ടിട്ടേലും മനസ്സിലാക്കി വെച്ചോ. സാറേ 6 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ഒരിക്കലും ഒരു കാരണവശാലും കൊണ്ട് 6 മാസം കൊണ്ട് ഒരു ഡിഗ്രിയും പഠിച്ച് ഒരു സ്ഥാപനത്തിലും പോയി ജോലി ചെയ്യാൻ ദയവായി നിൽക്കല്. എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയാം, 3 വർഷം തന്നെ ഡിഗ്രി പഠിക്കുന്നവർ ഡിപ്ലോമ കോഴ്സ് അല്ല. ഞാൻ ഒരു ഡിഗ്രി പഠിച്ച് ഞാനും വന്നതുകൊണ്ട് ഞാൻ പറയാം, ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 3 വർഷം പഠിച്ചാലേ ഈ സാമാനം തീരും.
6 സെമസ്റ്ററിൽ എത്ര പേപ്പറാണെന്ന് പറയാം, 44-45 പേപ്പർ, 36 പേപ്പറുണ്ട്. 36 അല്ലേ? അല്ലേ? 36 പേപ്പറോളം പഠിച്ചെടുത്താൽ മാത്രമേ നമുക്കിത് ഇതിനകത്ത് വരൂ. സോ ഇതാണുള്ള ഫ്രോഡായിട്ടുള്ള ഒരുപാട് പേര് ഇടയ്ക്ക് മറ്റേ അബുദാബിയിലൊക്കെ സീൻ പോകുന്നില്ലേ, പൊന്നെ ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രി. പൊന്നാരും പറയും യൂട്യൂബേഴ്സും പലരും അറിയാതെ പോയി ചെയ്ത് കൊടുക്കുന്ന ഈ ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രി ഒന്നും എടുക്കാതെ ഇതിനൊക്കെയുള്ള എഡ്യൂവിങ് പോലുള്ള നല്ല നല്ല വിശ്വസ്തമായ സ്ഥാപനങ്ങളിൽ ചേർന്ന് അവരോട് നിന്ന് പഠിച്ച് എടുത്ത് പോയാൽ നാളെ ജയിലിൽ കിടക്കാതെ ജോലി ചെയ്യാം. അത്ര തന്നെ ഉള്ളാരും പറയാം, ജയിലിൽ കിടക്കാതെ വല്ലോ തിന്നാം. അപ്പോൾ എന്തായാലും ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രാങ്ക് ചെയ്യേണ്ട നമ്പർ അതോടെ പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രാങ്ക് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ എവിടെ തന്നാൽ മതി, നമ്മൾ വന്ന് ചെയ്യുന്നതായിരിക്കും. എന്തായാലും മച്ചാമാരെ ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരെ മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ ബൈ.